അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. എപ്പോഴും നമ്മൾ വടക്കേട്ട് അറപ്പോടെ നോക്കുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ പഞ്ചായത്തിലല്ല, കേരളത്തിലാണ്. നന്മയുള്ള ലോകമെന്നും ഏതാണ്ട് കരളുറപ്പോടെ കൈകൾ കോർക്കുന്ന കേരളമെന്നൊക്കെ വാഴ്ത്തിപ്പാടി അങ്ങ് മണ്ടക്കയറ്റി വെച്ചിരിക്കുന്ന നാട്ടിലാണ്, വയനാട്ടിലാണ്, വൈത്തിരിക്കും ലക്കിടിക്കും ഇടയ്ക്ക് ഒരു കുന്നിൻ മുകളിലെ കോളേജിലാണ്. ഒന്ന് രോഹിത് വിമലയ്ക്ക് വേണ്ടി കൂട്ടമായി കണ്ണീരൊഴുക്കിയ സെലക്റ്റീവ് ഡിമെൻഷ്യ ബാധിച്ച ആസ്ഥാന ബുദ്ധിജീവി കേന്ദ്രങ്ങളിൽ മഹാമൗനമാണ്. ഇനിയും കിട്ടാനുള്ള അക്കാദമിക് കസേരകൾ ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. പതക്കഭാരങ്ങൾ സ്വപ്നം കണ്ട് കരിമ്പടം വലിച്ചു കയറ്റിയ ഉറക്കത്തിലാണ് സാംസ്കാരിക ലോകം. ഇങ്ങനെ വാലാട്ടി നിൽക്കാൻ, വായിൽ പഴം തിരികെ അങ്ങ് പൂതലിച്ചു നിൽക്കാൻ നാണമുണ്ടോ നായകൻ? പൂക്കോട് എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുമില്ലാത്ത SFIക്ക് മൃഗീയാധിപത്യമുള്ള SFI മാത്രമുള്ള ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ യൂണിയൻ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ ചെയർമാനും അവിടുത്തെ SFIയുടെ പ്രധാന യൂണിയൻ അംഗവും ഒക്കെ ചേർന്ന് ക്യാമ്പസിലിട്ടും ഹോസ്റ്റലിലിട്ടും ഇത്തരം തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. അവിടെ കിടത്തിയിട്ട് നിങ്ങളുടെ സംഘടനയിലെ അതിന്റെ മുകളിലുള്ള ഒരു കമ്മിറ്റി അറിഞ്ഞില്ല എന്നാണോ? ഇത് വലിയ തിന്മയാണ്. ഭക്ഷണം കൊടുക്കാതെ 3 ദിവസം വിട്ടു എന്നുള്ളത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ബാക്കിയൊക്കെ ശരിയാണല്ലോ അല്ലേ? SFIക്ക് ഒരു പങ്കുമില്ല എന്ന് പറയും. 3 നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ച ആള് കയറും അല്ലേ? എന്താ പറയൂ. നിങ്ങൾ കോൺഗ്രസിന്റെ അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിട്ടൂക്കിട്ട് ഇവന്റെയൊക്കെ ഈ കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ കാശ്മീർ? നമ്മള് കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക കേട്ടോ. ഇനി ഇത് ആവർത്തിക്കരുത്. നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഒരു 22-കാരനെ തല്ലിക്കൊന്ന കഥ പറ. മനുഷ്യന്റെ മനസ്സും നമ്പരവും മനസ്സിലാക്കാൻ നിന്റെ വർഗം 100 ജന്മം ജനിക്കണം. പോകുന്നേ കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഇയാള് ചർച്ചക്കില്ലെങ്കിൽ ചർച്ച നടക്കില്ലേ? എന്ത് ചർച്ചയാ? ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട് ഞാൻ ചർച്ചക്കില്ല പോലും. ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്കാ നിർബന്ധം? ഇറങ്ങി പോണം. ഹേ കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഞാൻ ചർച്ചക്കില്ല ഇറങ്ങി പോണം. ഈ മാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ? ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ അപമര്യാദയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ടാ. അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. നിന്റെയൊക്കെ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.